ഐ വെൻറ്റ്, ഐ ഹാവ് ഗോൺ. ഇവ തമ്മിൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഐ വെൻറ്റ്, ഞാൻ പോയി. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഐ വെൻറ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. വി വെൻറ്റ് ടു കേരള ലാസ്റ്റ് ഇയർ. ഞങ്ങൾ കഴിഞ്ഞ വർഷം കേരളത്തിലേക്ക് പോയി. ഷീ വെൻറ്റ് ഹോം അറ്റ് 8 PM. അവൾ രാത്രി 8 മണിക്ക് വീട്ടിൽ പോയി. ഈ 3 എക്സാമ്പിളും നോക്കിയേ. ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഇത് ഒരു കഴിഞ്ഞ പ്രവൃത്തിയാണ്. അതുകൂടാതെ ഇതിൽ ടൈം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്കൂളിൽ പോയ കാര്യമാണ് പറയുന്നത്. ബാക്കി 2 ഉദാഹരണങ്ങളിലും കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലും ടൈം പ്രത്യേകം പറയുന്നുണ്ട്. കഴിഞ്ഞു പോയ ഒരു കാര്യം അതിൽ സമയവും വ്യക്തമായി പറയാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഐ വെൻറ്റ് ഉപയോഗിക്കാം. നെക്സ്റ്റ്, ഐ ഹാവ് ഗോൺ. ഞാൻ പോയിട്ടുണ്ട്. ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ഗോൺ ഈസ് യൂസ്ഡ് വെൻ ദി ആക്ഷൻ ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് ഹാസ് എഫക്റ്റ് ഓൺ ദി പ്രസന്റ്. ഐ ഹാവ് ഗോൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഐ ഹാവ് ഗോൺ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. ഹി ഹാസ് ഗോൺ ടു ദ ഓഫീസ്. അവനിപ്പോൾ ഓഫീസിൽ പോയിരിക്കുകയാണ്. ദേ ഹാവ് ഗോൺ എബ്രോഡ്. അവർ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. അവരിപ്പോൾ വിദേശത്താണ് എന്നാണ് അർത്ഥം. ഐ ഹാവ് ഗോൺ ഈസ് യൂസ്ഡ് വെൻ ദ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് എഫക്റ്റഡ്. ഇപ്പോൾ ബന്ധമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഐ ഹാവ് ഗോൺ യൂസ് ചെയ്യാം. സോ റിമെമ്പർ, ഐ വെൻറ്റ് കഴിഞ്ഞു പോയ ഒരു സംഭവമായിരിക്കും, ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഐ ഹാവ് ഗോൺ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ബാധകമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.